ഇത് കണ്ടോ എത്ര കിലോ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു 10-18 കിലോ ഉണ്ട് ഈ സാധനം. കണ്ടോ വേര് കണ്ടോ. ഇത് അങ്ങാടിക്കട കൊടുക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൃഷി ചെയ്യാം. ഇതുണ്ടോ ഈ വേരാണ് ഈ വന്നിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഞങ്ങൾ വെക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. പക്ഷെ നല്ല അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കാം. അപ്പം ഇതിൻ്റെ വേരിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി കൃഷി ചെയ്യുന്നവർ ഈ മെത്തേഡ് തുടർന്നു കേട്ടോ. ഈ ഡ്രമ്മി വെച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഇതാണ്. കേട്ടോ ഇതിൻ്റെ അടിയിലൊക്കെ വേര് പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് രാമച്ചമൊക്കെ വെക്കുന്നവർക്ക് ഇങ്ങനെ വെക്കാം. വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേര് കിട്ടും. കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ചതാവലി. ഇപ്പോൾ നമ്മുടെ ചതാവലിക്കിഴങ്ങ് മരുന്നാണ്. അപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ ഇതൊരു ഡ്രമ്മിൽ അടി കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുകയായിരുന്നു ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ വേര് മരുന്നാണ്. അങ്ങാടിക്കടയിൽ കിട്ടുന്നതാണ്. വിലയുണ്ട്. കേട്ടോ നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ തലയാണ്. ഞങ്ങളിതൊന്ന് കമത്തി. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ. സുല്ലേ ഒന്ന് വന്നേ. ഈ ഡ്രമ്മിനകത്ത് ഇത് വെച്ചപ്പോൾ ചതവലിക്കിഴങ്ങ് എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾ കണ്ടു. ഇനി നിങ്ങൾക്കും ഇതിങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. മിറാക്കിൾ ഫാം എയർപോർട്ടിലേക്ക് ഇതുപോലത്തെ പോട്ടിൽ വെച്ചാൽ വേര് ചുറ്റിക്കെട്ടും എന്ന് ഞാൻ പറയാറുണ്ട്. ചുറ്റിക്കെട്ടി വേര് കൊണ്ട് നിറയും. പക്ഷെ ഈ വേര് ഇങ്ങനെ റൗണ്ടായി പോവാണ്. ഇതാണ് ഇതിനകത്ത് കാണുന്നത്. ഉണ്ടോ ഈ എയർപോർട്ടിൻ്റെ ഞാൻ പറയാറുണ്ട് പലപ്പോഴും. ഇതൊന്ന് കാണിക്കുക. അതോട് കൂട്ടി ഇതിനകത്ത് കാണിക്കുകയാണ്. ഈ പോട്ട് ഇതുണ്ടോ വെറും 60 രൂപയുടെ പോട്ടിൽ 2ാം വർഷം കാപ്പി കാഴ്ചയിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ വേരുകൾ നോക്ക്. ഒരൊറ്റ ഒരെണ്ണം ചുറ്റിക്കെട്ടി ക്ലോസ് ചെയ്ത് കാണിച്ചു. കറക്റ്റ് ഇതുണ്ടോ ഒരു വേരുമില്ല. ഈ ഹോൾ ഉള്ളിടത്തെല്ലാം വേര് കട്ടായി പോയിരിക്കുന്നുണ്ടോ. ഇങ്ങനെ പോയിരിക്കുന്നു. അപ്പോൾ എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഡ്രമ്മിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കുക. ഇപ്പോൾ ചതാവേരി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു ഡ്രമ്മിൽ വെച്ചാൽ അതിൻ്റെ വേര് നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ PVC പൈപ്പിൽ നമുക്ക് നമ്മുടെ രാമച്ചം വെച്ചാൽ എന്ത് ചെയ്യാം, വേര് ശരിക്കും ഉണ്ടാക്കി എടുക്കാം. പക്ഷേ എയർ പ്രൂണിങ് പോട്ടിനകത്ത് ചെടിയുടെ വേര് കട്ടായി അത് പ്രൂൺ ചെയ്യപ്പെടുന്നതുകൊണ്ട് ചെടിക്ക് വാർദ്ധക്യം ബാധിക്കാതെ വേര് ഇതുപോലെ നിറഞ്ഞു പോകാതെ കൃത്യമായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതും ഞാൻ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്താണ്. ഈ ഡ്രമ്മി വെച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഇതാണ്. കേട്ടോ ഇതിൻ്റെ അടിയിലൊക്കെ വേര് പിടിച്ചിരിക്കുന്നു. വേര് ഞാൻ പറിച്ചെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാമച്ചമൊക്കെ വെക്കുന്നവർക്ക് ഇങ്ങനെ വെക്കാം. വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേര് കിട്ടും. അപ്പോൾ ഞാൻ ഈ ചതാവരി ഒന്ന് അടിച്ച് കാണിക്കാം കേട്ടോ. നോക്കാം. അടിപൊളി പറയല്ലേ നിൽക്കാലോ. ഇതാണ് ചതാവരി നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് കേട്ടോ. ഏകദേശം ഒരു 2 വർഷമായെന്ന് തോന്നുന്നു. നിൽക്കാലോ. ഇനി ചതാവേരി കൃഷി ചെയ്യേണ്ടവർക്ക് ഈ ഐഡിയ ഉപയോഗിച്ചു. ഇനിയും ഡ്രമ്മി വെക്കുക. ഡ്രമ്മി വെച്ചതിന് ശേഷം ചതാവേരി ഇതുപോലെ നിൽക്കാലോ. ലൂസ് കറ പൂര ഇത് കണ്ടോ എത്ര കിലോ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു 10-18 കിലോ ഉണ്ട് ഈ സാധനം. കണ്ടോ വേര് കണ്ടോ. ഇത് അങ്ങാടിക്കടയിൽ കൊടുക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൃഷി ചെയ്യാം. ഇതുണ്ടോ ഈ വേരാണ് ഈ വന്നിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഞങ്ങൾ വെക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. പക്ഷെ നല്ല അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കാം. അപ്പം ഇതിൻ്റെ വേരിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി കൃഷി ചെയ്യുന്നവർ ഈ മെത്തേഡ് തുടർന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡ്രമ്മിൽ ഇങ്ങനെ വെക്കുക. ഡ്രമ്മിനടിയിൽ ഒരു ഹോള് കൊടുക്കുക. ഇതുപോലെ ഡ്രമ്മിനടിയിൽ ഒരു ഹോള് കൊടുക്കുക. മണ്ണെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ചതാവരി നല്ലപോലെ വളമിട്ട് പണിത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വേര് ഇതിനകത്തുനിന്ന് കിട്ടും. അങ്ങാടിക്കടയിൽ കൊടുക്കാം, കാശ് മേടിക്കാം, അച്ചാറിടാം, സകലതിനും ഉപയോഗിക്കാം. ഇങ്ങനെ പൊക്കി പിടിച്ചാ നീ കാലിയിടാലോ ബസ്. ഇതാണ് ചതാവരി.